മോളെ അവിടെ കൊണ്ട് വിളക്ക് വെച്ചു. മോളെ എന്താ കണ്ണു നിറഞ്ഞിരിക്കുന്ന? എന്തു പറ്റി? ഒന്നുമില്ലമ്മേ. അച്ഛൻ ജീവിച്ചിരിക്കെ അനാഥയായി പോയ മകളാ ഞാൻ ജീവിക്കുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് അച്ഛന് നന്നായിട്ട് അറിയായിരുന്നു. ഇടയിൽ സഹായം ചോദിച്ചു ചെന്നിട്ട് പോലും അച്ഛൻ എന്നെ ആട്ടിയിറക്കി. പക്ഷെ വിപിൻ പറഞ്ഞു, എന്റെ അവസ്ഥ അറിയിച്ചപ്പോ നിങ്ങൾ രണ്ടുപേരും മനസ്സറിഞ്ഞ് സമ്മതിച്ചു എന്ന്. എന്നായാലും മോൾ ഇങ്ങോട്ട് വരേണ്ടതല്ലേ? അങ്ങനെ മനസ്സിൽ തീരുമാനിച്ച നിമിഷം മുതൽ നീ ഞങ്ങളുടെ മകളല്ലേ? ഞങ്ങളുടെ മോള് ഒരുപാട് കഷ്ടപ്പെടുന്നത് കാണാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. ജീവിതത്തിനെ കുറിച്ച് ഇനി പ്രത്യേകിച്ച് രണ്ടുപേർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്ന് നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരാൾ ഉപദേശിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഇതൊരു സമാധാനമുള്ള കുടുംബമായിരിക്കണം. തമ്മിൽ തല്ലോ ബഹളം വയ്ക്കലോ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. രണ്ടുപേരോടോ ഞാനീ പറയുന്നത്. അല്ല, എന്തിനാ ഈ നേരത്തെ ഇതൊക്കെ? പറയേണ്ടത് പറയേണ്ട സമയത്ത് തന്നെ പറയണം. എന്താവശ്യമുണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞാൽ മതി. അമ്മ അത് സാധിച്ചു തന്നോളൂ. അച്ഛൻ അങ്ങനെ ഗൗരവത്തിൽ പറയുന്നത് കേട്ട് പേടിക്കണ്ട കേട്ടോ. ഒക്കെ ദേ ഇവനെ കൊണ്ട് വന്നതാ. അച്ഛൻ ഇങ്ങനെ കടമ്പിടുത്തക്കാരനായതേ ഇവന്റെ ഓരോ പ്രവർത്തികൾ കൊണ്ട് തന്നെയാ. ഞാനതൊക്കെ മാറ്റിയില്ലേ അമ്മേ? ഇപ്പൊ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല, ഇനി ഉണ്ടാവാനും പാടില്ല. അമ്മേ, എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെറിയ വീഴ്ചകൾ വന്നാല് അമ്മ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നാ മതി. ഞാനത് തിരുത്തിക്കോളാം. എന്റെ അമ്മ കുഞ്ഞിലേ പോയതാ. പറയാനും തിരുത്താനും ഒക്കെ അമ്മയുടെ സാന്നിധ്യം ഇല്ലായിരുന്നു. അതിന്റെ കുഴപ്പങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോ അമ്മയെ കാണുന്നത് എന്നെ പ്രസവിച്ച അമ്മ തന്നെയായിട്ടാ. ഒരു മരുമകള് വന്ന് കേറുമ്പോ അവളുടെ വായിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കാണിത്. അത് പാലിക്കാൻ എന്റെ കുട്ടിക്ക് കഴിയട്ടെ. ഞാനൊരു ചായ എടുക്കാം.